വെർച്വൽ ലാബിൽ ഫസ്റ്റ് ഇയേഴ്സിനും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള യങ്സ് മോഡുലസ് നോൺ യൂണിഫോം ബെൻഡിങ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബ്രൗസറിൽ വി ലാബ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ താഴെ ഫിസിക്കൽ സയൻസ് കാണും. അപ്പോൾ ഇത് ഫോണിൽ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അഡ്വാൻസ്ഡ് മെക്കാനിക്സ് വെർച്വൽ ലാബ് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റായിട്ട് യങ്സ് മോഡുലസ് നോൺ യൂണിഫോം ബെൻഡിങ് കാണും. അതിൻ്റെ ആദ്യത്തെ ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തിയറി കിട്ടും. രണ്ടാമത്തേത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ കിട്ടും. ദെൻ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെയാണ് സിമുലേറ്റർ വരുന്നത്. അതിനുശേഷം അസൈൻമെൻറ്റ്സും റെഫറൻസസും ഫീഡ്ബാക്കിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സിമുലേറ്ററാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സിമുലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പാരറ്റസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ മാസ് 50 ആണ് എടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ വുഡ് അതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അലൂമിനിയോ കോപ്പറോ സ്റ്റീലോ ഒക്കെ ആക്കാം. അതുപോലെ എർത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. വേണമെങ്കിൽ എൻവയോൺമെൻറ്റ് മൂണോ യുറാനസോ സാറ്റേണോ ഒക്കെ ആക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ശേഷം നിങ്ങൾ ബ്രെഡ്ത്ത് ഓഫ് ദി ബാർ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് വേണമെങ്കിൽ മാറ്റാം. അത് ഞാൻ തന്നെയാണ് വെക്കുന്നത്. നൈഫ് എഡ്ജിൻ്റെ 10 ഉള്ളത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 23 സംതിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫിക്സ് ആയിട്ട് കൊടുക്കുക, പെട്ടെന്ന് ചെയ്യാനുള്ളത് കൊണ്ടാണ്. പിന്നെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നൈഫ് എഡ്ജ് ഇപ്പോൾ 50 മാസസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കറക്റ്റ് വെർട്ടിക്കൽ ക്രോസ് ഫയറിൽ തന്നെയാണ്. എന്നിട്ട് നിങ്ങളിവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വെർണിയർ സ്കെയിലൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത് 50 ഡിവിഷൻസ് ഉണ്ട് വെർണിയർ സ്കെയിലിൽ. അതുപോലെ MSR ഇതിൽ നോക്കാം, VSR നോക്കാം. അപ്പോൾ റീഡിങ് എടുത്തതിന് ശേഷം സൂം ഔട്ട് ആക്കുക. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മുകളിൽ പോയിട്ട് ഈ ആരോ കാണുന്നിടത്ത് ഈ 3 ഇത് കാണുന്നിടത്ത് എടുത്തിട്ട് അഗെയിൻ അതിൻ്റെ മാസം ഒന്ന് കൂട്ടി കൊടുക്കുക, 100 ആക്കുക. അപ്പോൾ 100 ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊങ്ങിയതായിട്ട് കാണും. ഓക്കെ, അപ്പോൾ അതിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകളിൽ ഒരു വൈറ്റ് ആരോ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഫോണിലാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കറസ്പോണ്ടിങ് റീഡിങ് എഗെയിൻ സൂം ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ മാസം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടാം. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് നന്നായിട്ട് കൂട്ടിയൊരു ഇത് കാണിക്കാം. 150 ആക്കി, ദെൻ 400 ആക്കി. അപ്പോൾ 400 ആയപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം പറ്റും. ഈ പിന്നെ ഡിപ്രഷൻ നന്നായിട്ട് വന്നതുകൊണ്ട് തന്നെ അതിന് ഇൻവെർട്ടഡ് ഇമേജാണ് നമുക്ക് കിട്ടുക. ഈ നമ്മുടെ പിന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉയർന്നു. അപ്പോൾ അതിനെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ആരോ, മുകളിൽ കാണുന്ന ഈ ആരോ ആണ് പ്രസ് ചെയ്യേണ്ടത്. അത് താഴ്ത്തുക. നിങ്ങൾക്ക് ചില കേസിൽ ഉയർത്തേണ്ടതായിട്ടും വരും. അത് നിങ്ങൾ താഴെ ചെയ്താലും അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ, ഇത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് താഴേക്ക് തന്നെ കൊണ്ടുവരാം. ക്രോസ് വയറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കാം. ഓക്കെ, അഗെയിൻ സൂം ചെയ്തിട്ട് റീഡിങ് എടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ താഴെ അതിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മാസ് 15 Gൻ്റെ വാല്യൂ L ഇതെല്ലാം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. എൻ്റർ ചെയ്തിട്ട് യങ്സ് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ക്രോസ് വയറിലേക്ക് കൊണ്ടുവരുന്നില്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിത് പ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് റീഡിങ്സ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.